ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ നാളെ മാത്സിന്റെ SSLC എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മാത്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും ഒറ്റ വീഡിയോയിലൂടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ഓൾറെഡി പഠിച്ച് എല്ലാം സെറ്റ് ആയിട്ട് ഇരിക്കുന്നവരും വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിച്ചെടുക്കാനും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് നോക്കി നോക്കാം. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻസ് ആണ്. അരിത്മെറ്റിക് സീക്വൻസിൽ നമ്മൾ കാണുന്നുണ്ട് x1 x2 x3 x4. അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിലേക്ക് നിശ്ചിത സംഖ്യ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ 2 4 6 8 എന്നുള്ളത് എന്താണ്, ഒരു AP ആണ്. അതായത് 2 എന്നുള്ള നമ്പറിലേക്ക് നമ്മൾ അഗെയിൻ 2 എന്നുള്ള നമ്പർ ആഡ് ചെയ്തു, 4 2 എന്ന് ആഡ് ചെയ്തു, 6 അങ്ങനെ 2 ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെ രണ്ട് അടുത്തടുത്തുള്ള പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കാണാം, x2 - x1 ചെയ്യുക, അല്ലെങ്കിൽ x3 - x2 ചെയ്താലൊക്കെ കോമൺ ഡിഫറൻസ് കിട്ടും. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും, 4 - 2 2 ആയിരിക്കും, അല്ലെങ്കിൽ 6 - 4 2 ആയിരിക്കും കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. നമുക്കറിയാം ഇവിടെ x10 - x1 = 90 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് x10 - x1 പത്താമത്തെ പദവും ഒന്നാമത്തെ പദവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പത്താമത്തെ ടേമും ഒന്നാമത്തെ ടേമും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിനെ 10 - 1 ആയിട്ടുള്ള 9 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. x14 - x6 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 8d എന്ന് കിട്ടും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് സം = മിഡിൽ ടേം ഇൻറ്റു n എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഡ് നമ്പർ ഓഫ് പദങ്ങളുള്ള ഓഡ് നമ്പർ ടേംസ് ഉള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ നോക്കുകയാണെങ്കിൽ 5 ടേംസ് ഉള്ള ഒരു AP തന്നിട്ടുണ്ട്. അതിന്റെ സം എന്ന് പറയുമ്പോൾ x3 × 5 ആയിരിക്കും. ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത് ഏതാ, x3 ആണ് ഇവിടുത്തെ മിഡിൽ ടേം. അപ്പോൾ x3 × നമ്പർ ഓഫ് ടേംസ് എത്രയാണോ അതാണ് ഇതിന്റെ സം എന്ന് പറയുന്നത്. x3 × 5 ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു 9 ടേംസ് ഉള്ളതാണെങ്കിൽ അതിൽ 5ാമത്തെ ടേം ആയിരിക്കും എന്ത്, മിഡിൽ ടേം. അപ്പോൾ x5 × 9 ചെയ്യുമ്പോഴായിരിക്കും ആ 9 പദങ്ങളുടെ 9 ടേംസിന്റെ സം നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ എത്ര പദം ഉണ്ടെങ്കിലും ഇനി നമ്മൾ മിഡിൽ ടേം എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, ഇപ്പോൾ ഒരു നിങ്ങൾക്ക് വലിയ നമ്പർ വന്നു, ഇപ്പോൾ 51 എന്നുള്ള നമ്പർ വന്നാൽ മിഡിൽ ടേം ഏതായിരിക്കും എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, 51 നമ്പേഴ്സ് ഉണ്ട്, 51 ടേംസ് ഉള്ള ഒരു സീരീസ് തന്നാൽ 51 + 1/2 എത്ര, 52/2, അതായത് 26ാമത്തെ ടേം ആയിരിക്കും അവിടുത്തെ മിഡിൽ ടേം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മിഡിൽ ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമ്മൾ കണ്ടു. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് x1 + x6 = x2 + x5. അതായത് രണ്ട് പൊസിഷൻസിന്റെ സം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ x1ന്റെയും x6ന്റെയും പൊസിഷൻസ് 1 ഉം 6 ഉം ആണ്. അതിന്റെ സം എന്താണ്, 7 ആണ്. അതേപോലെ തന്നെ x2 + x5 എന്ന് പറയുമ്പോൾ പൊസിഷൻസിന്റെ സം എന്ന് പറഞ്ഞാൽ 2 + 5 7 ആണ്. അങ്ങനെ പൊസിഷൻസിന്റെ സം ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ ഒരു രണ്ട് പൊസിഷൻസിന്റെ സമ്മ് മറ്റു 2 പൊസിഷൻസിന്റെ സമ്മിനോട് ഈക്വൽ ആയിട്ട് വന്നാൽ ആ ഒരു എന്താണ് പദങ്ങളുടെ സമ്മും ഈക്വൽ ആയിരിക്കും. x1 + x6 ഉം x2 + x5 ഈക്വൽ ആയിരിക്കും, x3 + x4 അതിനോട് ഈക്വൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ പൊസിഷൻസിന്റെ സമ്മ് ഈക്വൽ ആണെങ്കിൽ ആ പദങ്ങളുടെ സമ്മും ഈക്വൽ ആയിരിക്കും. ഇനി നമ്മളോട് ചോദിക്കും, ഒരു നമ്പർ തന്നിട്ട് അത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ടേം - ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണ്, പദമാണെന്ന് നമുക്ക് പറയാം. റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ അവിടെ പദമല്ല എന്നുള്ളതാണ് നമ്മളെ കൺക്ലൂഷൻ ആയിട്ട് വരിക. അടുത്തൊരു ചാപ്റ്ററിൽ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് അൽജിബ്രയിൽ ഇക്വേഷൻസ് നോക്കുകയാണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് nth ടേം കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. xn = an + b എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, xn = dn + f - d എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, xn = f + n - 1 × d. ഇതിൽ ഈ ഒരു ഇക്വേഷൻ ആവും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ സം ഓഫ് ഫസ്റ്റ് n ടേംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ Sn = ½ of an × n + 1 + nb എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അതേപോലെ Sn = n/2 × x1 + xn ഉണ്ട്. Sn = pn² + qn എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ Sn = n/2 × 2f + n - 1 × d, d/2 n² + f - d/2 × n എന്നൊക്കെ പറഞ്ഞ കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഇതിലിപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആയിട്ട് വരുന്നത് അല്ലേ, n/2 × x1 + xn എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. സോ അത് കൃത്യമായിട്ട് ഓർത്തു വെക്കാം. അതേപോലെ നമ്മളോട് പറയുന്നുണ്ട് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. n × n + 1/2 ആണ് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഈ സം ഓഫ് ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ചോദിച്ചാൽ എന്ത് പറയണം, n × n + 1 ആണ് അതിനുള്ള ഇക്വേഷൻ. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ n² ആണ് അതിന്റെ ഇക്വേഷൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താ, n = xn - x1 ഡിവൈഡഡ് ബൈ d
പ്ലസ് 1 ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ എത്ര ടേംസ് അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിൽ അങ്ങനെ കാര്യമായിട്ട് ഇക്വേഷൻസ് ഒന്നും പഠിക്കുന്നില്ല. നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ എന്താ? ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി അതേപോലെ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി നമ്മൾ നോക്കുന്നുണ്ട്. അതായത് നമ്മൾ ഏരിയാസ് ഒക്കെ തന്നിട്ടുള്ള ആ ഒരു പിക്ചേഴ്സിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പഠിക്കുന്നുണ്ട്. അതിൽ ഇക്വേഷൻ ആണിത്. ഇപ്പോൾ ലെങ്ത്തിന്റെ കേസ് ആണെങ്കിൽ ലെങ്ത് ഓഫ് ഫേവറബിൾ റീജിയൻ ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത് ഓഫ് റീജിയൻ, അല്ലെങ്കിൽ ഏരിയ ഓഫ് ഫേവറബിൾ റീജിയൻ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ടോട്ടൽ ഏരിയ ഓഫ് റീജിയൻ. അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ ഒരു ജോമെട്രിക്കൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സം ഓഫ് ഓൾ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 1 ഈക്വൽ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൽ നോക്കുകയാണെങ്കിൽ ax² + bx + c = 0 എന്നുള്ളതാണ് എന്ത്? ഒരു ജനറൽ ഫോം ഓഫ് സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ നമ്മളോട് ചോദിക്കും എങ്ങനെയാണ് ഒരു റെക്ടാങ്കിൾ ഒക്കെ തന്നിട്ട് അതിന്റെ ലെങ്ത് തന്നു, ലെങ്ത് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ബ്രെഡ്ത്തിനേക്കാളും 1 മീറ്റർ കൂടുതലാണ് ലെങ്ത്, അല്ലെങ്കിൽ 2 മീറ്റർ കൂടുതലാണ് ലെങ്ത്. എന്നിട്ട് ഏരിയ നിങ്ങൾക്ക് ഇത് തരും, ഏരിയ 20 ആണെന്നൊക്കെ പറഞ്ഞിട്ട് തരും. എന്നിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ള ആ ഒരു മെത്തേഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു സ്മോളർ ക്വാണ്ടിറ്റിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കും, അല്ലെ? ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുക. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബ്രെഡ്ത്ത് ആണ് എക്സ് എന്ന് വിചാരിക്കുക, ലെങ്ത് ബ്രെഡ്ത്തിനേക്കാളും 1 മീറ്റർ കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ട്, ഏരിയ 20 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 = 20 എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അത് ഇവിടുന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ലോങ്ങർ സൈഡിനെ x+1 ആയിട്ട് എടുക്കും, ലെങ്ത്തിന് x+1 ആയിട്ട് എടുത്തു. ആ ഫോർമുലയിൽ നമ്മൾ ഇട്ട് കൊടുത്തു. സിംപ്ലിഫൈ ടു ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളൊരു രണ്ടാം കൃതി സമവാക്യമാക്കി മാറ്റുന്നുണ്ട്. x² + x = 20 എന്ന് കിട്ടും. ഇതിന്റെ രണ്ടാം കൃതി സമവാക്യമാക്കി മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുക. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ആഡ് ചെയ്യണം? b/2 സ്ക്വയർ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെ? രണ്ട് സൈഡിലും b/2 സ്ക്വയർ, ഈ ഒരു സൈഡിലും b/2 സ്ക്വയർ ആഡ് ചെയ്യുക, ഇവിടെയും b/2 സ്ക്വയർ ആഡ് ചെയ്ത് കൊടുക്കുക. b എന്ന് പറയുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്, എക്സിന്റെ കൂടെ ആരാണോ ഉള്ളത് അതിന്റെ /2 ആണ്. അപ്പോൾ ഇവിടെ 1/2 സ്ക്വയർ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? അവിടുന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ ഇനി ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇവിടെ നമ്മൾ 3 കാര്യങ്ങൾ സൈൻ, കോസ്, ടാൻ പഠിക്കുന്നുണ്ട്. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ തന്നിട്ട് ഒരു 90 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് പറയാം. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണത്തിൽ ആ ഒരു 90 ഡിഗ്രീന്റെ ഓപ്പോസിറ്റുള്ള സൈഡിന് നമ്മൾ ഹൈപ്പോന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയും. ഇവിടെ ഉള്ളതിനെ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ പാദം എന്ന് പറയും. ഓപ്പോസിറ്റ് സൈഡിന് നമ്മൾ ലംബം എന്നൊക്കെ പറയും. സോ ഇവിടെ അല്ല, ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? എതിർവശം എന്ന് പറയും. ഓക്കെ, അഡ്ജസൻറ്റ് സൈഡ് ആണെങ്കിൽ സമീപവശം എന്ന് പറയും. യെസ്, അപ്പോൾ സൈൻ എ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ് അല്ലെങ്കിൽ എതിർവശം ഡിവൈഡഡ് ബൈ കർണം എന്നുള്ള ഇക്വേഷൻ ആണ്. കോസ് എ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ് ആണ്, സമീപവശം ഡിവൈഡ് ബൈ കർണം. ടാൻ എ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ആണ്. യെസ്, അതേപോലെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് ഏത്? ഒരു സർക്കിൾ തന്നിട്ട് ആ സർക്കിളിലെ ഒരു ട്രയാങ്കിൾ നമ്മൾ ഇൻസ്ക്രൈബ് ചെയ്യും. ആ ട്രയാങ്കിൾ സർക്കിളിന്റെ ഉള്ളിൽ വരച്ചിട്ട് ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒരു സൈഡ് BC എന്നുള്ള സൈഡ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? 2r sin a നോട് ഈക്വൽ ആയിരിക്കും. a എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ ആണ്, ഈ ആംഗിൾ ആണ് a എന്ന് പറയുന്നത്. ഈ ഒരു സൈഡ് 2r sin a നോട് ഈക്വൽ ആയിരിക്കും. ഈ ഒരു സൈഡ് 2r sin b നോട് ഈക്വൽ ആയിരിക്കും. ഇവിടെ 2r sin c നോട് ഈക്വൽ ആയിരിക്കും. ഇവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ വരാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ a എന്നുള്ള ആംഗിൾ തന്നു, ഇതൊരു 50 ആണെന്ന് തന്നു. എന്നിട്ട് ഈ ടോട്ടൽ BC എന്നുള്ള ലെങ്ത് നിങ്ങൾക്ക് തന്നു 20 എന്നോ, ഈ BC എന്നുള്ള ലെങ്ത് എത്രയോ തന്നു. എന്നിട്ട് ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. സോ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്തത് കോർഡിനേറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഇക്വേഷൻ ഡിസ്റ്റൻസ് ഫോർമുലയാണ്. ഒന്നാമത്തത് x1 y1 ഉം x2 y2 അങ്ങനെ 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? √x1 - x2 whole square + y1 - y2 whole square ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഡിസ്റ്റൻസ് അവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കുക, ഒറിജിനുമായിട്ട് മറ്റൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഏത് ഫോർമുല യൂസ് ചെയ്യാം? √x² + y². x y എന്നുള്ള പോയിന്റ് ഉണ്ട്, അതിന് ഒറിജിനുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് √x² + y² എന്ന് മനസ്സിലാക്കുക. അടുത്ത ടാൻജൻസ് എന്നുള്ള ചാപ്റ്റർ നോക്കുമ്പോൾ അതിൽ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കാണാൻ വേണ്ടി പറ്റും, അല്ലെ? ഒരു സർക്കിളിന്റെ ഉള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ചതുർഭുജം ക്വാഡ്രിലാറ്ററൽ അവിടെ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആഡ് ചെയ്യാണ്. a + c അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? b + d നോട് ഈക്വൽ ആയിരിക്കും. അത് എത്രയായിരിക്കും? 180 ഡിഗ്രിനോട് ഈക്വൽ ആയിരിക്കും. a + c എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്സ് സം ചെയ്യുമ്പോൾ അത് 180 ഡിഗ്രിനോട് ഈക്വൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അതേപോലെ ഇനി നമ്മളൊരു ക്വാഡ്രിലാറ്ററലിന്റെ ഉള്ളിലാണ് ഈ ഒരു സർക്കിൾ ഇൻസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ, സർക്കിൾ ക്വാഡ്രിലാറ്ററലിന്റെ ഉള്ളിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡ്സ്, ഈ സൈഡ് a, ഈ സൈഡ് b, ഇവിടെ c, ഇത് d, അങ്ങനെയാണെങ്കിൽ a + c = b + d നോട് ഈക്വൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന മറ്റൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു ട്രയാങ്കിളിനുള്ളിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ
എന്താണ് അതാണ് ഇൻസർക്കിൾ എന്ന് പറയുന്നത്. ആ ട്രയാങ്കിളിന്റെ ഉള്ളിൽ സർക്കിൾ വരയ്ക്കുമ്പോൾ അതിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏരിയ ഡിവൈഡ് ബൈ എന്താണ് എസ് ആണ്. അതായത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഹാഫ് ദ പെരിമീറ്റർ എന്ന് പറയാം. ഹാഫ് ദ പെരിമീറ്റർ എസ് നമുക്കറിയാം a+b+c/2 ആണ്. പെരിമീറ്റർ ബൈ 2 ചെയ്യുമ്പോഴാണ് നമുക്കത് കിട്ടുക. അപ്പോൾ ഇക്വേഷൻ നല്ല കൃത്യമായിട്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുക, ഓർത്തു വെക്കുക. പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഒരു 3 ഇക്വേഷൻസ് നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ടല്ലേ. x+a × x+b = x² + a+b × x + ab എന്ന് പഠിക്കുന്നുണ്ട്. x+a × x - b = x² + a - b × x - ab. x - a × x - b = x² - a+b × x + ab എന്ന് പഠിക്കുന്നുണ്ട്. അത് ജസ്റ്റ് നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ അറിയാമെങ്കിൽ തന്നെ ബാക്കി ഇക്വേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ ഒരു ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കുക. അതേപോലെ ഇനി നമ്മളോട് ചോദിക്കാം, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ട് അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളോട് പറയും അതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറയും അല്ലെ, അല്ലെങ്കിൽ ഒന്നാം കൃതി ബഹുപദത്തിന്റെ ഗുണനഫലമായിട്ട് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം ആ നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? x² + 5x + 6 എന്നുള്ള ആ ഒരു പോളിനോമിയൽ ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിന് x + a × x + b രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എഴുതണം. അങ്ങനെ എഴുതണമെങ്കിൽ നമുക്കറിയാം x + a × x + b ന്റെ എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് x² + a + b x + ab ആണ്. സോ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാവും a + b എന്നുള്ളത് 5 ഈക്വൽ ആയിരിക്കും, ab എന്നുള്ളത് 6 ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടുന്ന പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. 2ഉം 3ഉം ആയിരിക്കും ആ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ a എന്നുള്ളത് 2 എന്നും b എന്നുള്ളത് 3 എന്നും നമ്മൾ എടുക്കും. എന്നിട്ട് x² + 5x + 6 നമ്മൾ x + 2 × x + 3 എന്നാക്കിയിട്ട് എഴുതും. അപ്പോൾ നമ്മൾ അവിടെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന്റെ പരിഹാരം അല്ലെങ്കിൽ സൊല്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സിന്റെ x + 2 എന്നുള്ളതിന്റെയും x + 3ന്റെയും എക്സിന്റെ കൂടെ ആരാണോ ഉള്ളത് അതിന്റെ സൈന് മാറ്റി കൊടുക്കുക. x + 2 ഉള്ളതിന് x = -2 എന്ന് പറയാം. x + 3 ആണെങ്കിൽ x = -3 എന്ന് പറഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻസും അവിടുന്ന് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അതേപോലെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഫോർമുലയാണ് ജനറൽ ഫോർമുല. അതായത് ഏതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്താലും ജനറലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ്. ax² + bx + c = 0 ആണെങ്കിൽ x = -b ± √b² - 4ac / 2a എന്നുള്ള ഇക്വേഷനും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. സർക്കിൾസ് ആൻഡ് ലൈൻസ് എന്നുള്ള ചാപ്റ്റർ നോക്കുമ്പോൾ അതിൽ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ എഴുതാൻ പറ്റും. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരിക എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയുക, ഇതിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനും കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റണം. ഇവിടെ ഫസ്റ്റ് പറയുന്ന ഇക്വേഷൻ AP × PB = CP × PD ആണ്. AP × PB എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ രണ്ട് കോഡ്സ് വരച്ചു. ആ കോഡ്സ് P എന്നുള്ള പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഞാണുകൾ ഒരു വൃത്തത്തിൽ വരച്ചു. P എന്നുള്ള പോയിന്റിൽ ആ രണ്ട് ഞാണുകൾ മുറിച്ച് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ AP × അതിന്റെ കഷ്ണങ്ങൾ AP-യും PB-യും ആണ് ആദ്യത്തെ ഞാണിന്റെ കോഡിന്റെ കഷ്ണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ AP × PB എന്തിനോട് ഈക്വൽ ആയിരിക്കും? മറ്റേ കോഡിന്റെ കഷ്ണങ്ങൾക്ക് ഈക്വൽ ആയിരിക്കും. AP × PB = CP × PD ഈക്വൽ ആയിരിക്കും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിന്റെ സ്പെഷ്യൽ കേസ് ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഡയമീറ്ററും മറ്റൊരു കോഡും പെർപെൻഡിക്കുലറി ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഒരു ഡയമീറ്ററും കോഡും പെർപെൻഡിക്കുലർ ആയിട്ട് അവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും AB = c² എന്ന് പറയാൻ പറ്റും. മനസ്സിലാക്കി വെക്കാം. അതേപോലെ ഇനി ഒരു വൃത്തത്തിൽ നമ്മളൊരു ഞാനെടുത്തു, ഒരു കോഡ് എടുത്തു, അതിലൊരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. വൃത്തത്തിന്റെ അകത്ത് ഇവിടെ P എന്നുള്ളൊരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്താൽ ആ രണ്ട് കഷ്ണങ്ങൾ XP-യും PY-യും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. PX × PY = r² - d² ആയിരിക്കും. R എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. D എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ പോയിന്റ് എടുത്തത് ആ പോയിന്റിലേക്ക് ഈ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത്? D എന്ന് പറയുന്നത്. സോ ആ ഇക്വേഷനും പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഇനി ഇപ്പൊ നമ്മൾ ഈ എന്താണ് ആ ഒരു കോഡിന്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ സർക്കിളിന്റെ ഉള്ളിലാണ് ഈ പോയിന്റ് എടുത്തത്. ഇവിടെ നമ്മൾ ആ ഒരു കോഡ് നീട്ടി വരച്ചിട്ട് സർക്കിളിന്റെ പുറത്താണ് ആ P എന്നുള്ള പോയിന്റ് എടുക്കുന്നതെങ്കിൽ PX × PY എന്ന് പറയുന്നത് d² - r² ആയിട്ട് മാറും. ഇവിടെ r² - d² ആയിരുന്നു, അത് നേരെ അവിടെ പോകുമ്പോൾ തിരിഞ്ഞു വരുമെന്ന് മനസ്സിലാക്കാം. അതേപോലെ നമ്മൾ ഈ സർക്കിളിന്റെ പുറത്തൊരു പോയിന്റിൽ നിന്ന് ഇതേപോലെ രണ്ട് ലൈന് വരയ്ക്കുന്നുണ്ട്. സർക്കിളിലേക്ക് രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിക്ക് രണ്ട് ലൈൻസ് വരയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആണ് PA × PB = PC × PD. PA എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് ആണ് PA എന്ന് പറയുന്നത്. PB എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ലെങ്ത് ആണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. PA എന്ന് പറഞ്ഞാൽ ഇവിടെ വരെയുള്ള ലെങ്ത്തേ ഉള്ളൂ. പക്ഷേ PB എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ ലെങ്ത് ആണ് എടുക്കേണ്ടത്. ഈ ഒരു ലെങ്ത് അല്ല എടുക്കേണ്ടത്, ഈ ടോട്ടൽ ലെങ്ത് ആണ് എടുക്കേണ്ടത്. അപ്പോൾ PA × PB = PC × PD. ഇവിടെ വരുമ്പോൾ PD എന്നുള്ള ടോട്ടൽ ലെങ്ത് നിങ്ങൾ എടുക്കണം, അത് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ വരുമ്പോൾ PX × PY = d² - r² നമ്മൾ പറഞ്ഞു. ഇനി ഇതാണ് കേസെങ്കിൽ ഇത് കേസിൽ ഈ ഒരു PD എന്നുള്ള ലൈന് നേരെ വന്നിട്ട് ഒരു ടാൻജന്റ് ആയി മാറുന്നുണ്ട് എന്നെങ്കിൽ ഈ PT ഇവിടെ ടാൻജന്റ് ആണ്. അങ്ങനത്തെ കേസിൽ PX × PY =
PT² ആയി മാറും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ജോമെട്രി ആൻഡ് അൾജിബ്ര എന്ന ചാപ്റ്റർ നമ്മൾ നോക്കുമ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാം തന്നിട്ട് അതിന്റെ ഒരു പോയിന്റ് നിങ്ങൾക്ക് തരില്ല, ബാക്കി 3 പോയിന്റ്സും ചിലപ്പോൾ തന്നിട്ട് ഒരു പോയിന്റ് നിങ്ങളോട് ഇപ്പോൾ x3 y3 എന്നുള്ള പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. x1 + x3 = x2 + x4 ആയിരിക്കും. ഇതിൽ x3 ആണ് അറിയാത്തതെങ്കിൽ എന്ത് ചെയ്താൽ മതി, x2 + x4 - x1 ചെയ്താൽ നിങ്ങൾക്ക് x3 കിട്ടും. ഇനി y3 അറിയാത്തതാണെങ്കിൽ എന്ത് ചെയ്യുക, y2 + y4 - y1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, y3 അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏത് പോയിന്റ് ആണോ നിങ്ങൾക്ക് തരാത്തത് അതിനനുസരിച്ച് ഈ ഇക്വേഷൻ നിങ്ങൾ മോഡിഫൈ ചെയ്യുക. പിന്നെ നമ്മൾ പഠിക്കുന്നത് മിഡ് പോയിന്റ് ഫോർമുലയാണ്. മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറയുമ്പോൾ x1 y1 എന്നുള്ള പോയിന്റും x2 y2 എന്നുള്ള പോയിന്റും നമ്മൾ ഒരു ലൈന് ജോയിൻ ചെയ്യുന്നുണ്ട്. ആ ലൈനിന്റെ മിഡ് പോയിന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, half of x1 + x2 and half of y1 + y2 ആയിരിക്കും ആ ഒരു മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത റേഷ്യോ പഠിക്കുന്നുണ്ട്. റേഷ്യോയിൽ AB എന്നുള്ള ഒരു രണ്ട് പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്ത് ലൈൻ വരച്ചു. എന്റെ കോർഡിനേറ്റ്സ് x1 y1, B x2 y2 ആണെങ്കിൽ നമ്മൾ അതിന്റെ ആ ഒരു ലൈനിൽ ഒരു പോയിന്റ് എടുത്തു, P എന്നുള്ള പോയിന്റ് എടുത്തു, അതിന്റെ കോർഡിനേറ്റ്സ് xy ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിന്റ് ഈ ലൈനിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് m:n റേഷ്യോയിലാണെങ്കിൽ ആ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് mx2 + nx1 / m + n, അതേപോലെ my2 + ny1 / m + n എന്ന് പറയുന്നത്. സോ അതും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അതേപോലെ പിന്നെ സ്ലോപ്പ് പഠിക്കുന്നുണ്ടല്ലേ, ഒരു കോർഡിനേറ്റ് ആക്സിസിൽ നമ്മൾ ഒരു ലൈൻ വരച്ചാൽ അതിന് എന്തുണ്ടാവും, സ്ലോപ്പ് ഉണ്ടാവും. അപ്പോൾ ആ സ്ലോപ്പിന്റെ ഇക്വേഷൻ ആണ് ആ ഒരു ലൈനിലെ 2 പോയിന്റ്സ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം, m = y2 - y1 / x2 - x1 ചെയ്താൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഏതൊക്കെയായിരിക്കും ആ 2 പോയിന്റ്സ്, x1 y1 x2 y2 ആയിരിക്കും 2 പോയിന്റ്സ് എന്ന് മനസ്സിലാക്കുക. ലൈനിന്റെ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. y - y1 = m × x - x1 ആണ് ഒരു ഇക്വേഷൻ വരുന്നത്. ഇനി അവിടെ അത് സ്ലോപ്പ് തന്നിട്ടുണ്ട്, ഒരു സ്ലോപ്പും ഒരു പോയിന്റും തന്നിട്ടുള്ളതാണെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി സ്ലോപ്പ് ഒന്നും തന്നിട്ടില്ല, 2 പോയിന്റ്സ് മാത്രമാണ് തന്നിട്ടുള്ളത്, എന്നിട്ട് ആ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്യാം, y - y1 = y2 - y1 / x2 - x1 × x - x1. ആദ്യത്തെ ഇക്വേഷൻ എന്നാണ്. ഇവിടെ m-ന് പകരം എന്ത് കൊടുത്തു, ഈ ഒരു സ്ലോപ്പിന്റെ ഇക്വേഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഫസ്റ്റ് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇക്വേഷൻ ഓഫ് എ സർക്കിൾ, സർക്കിളിന്റെ ഇക്വേഷനും പഠിക്കുന്നുണ്ട്. x - x1 whole square + y - y1 whole square = r². ഇതിൽ x1 and y1 എന്ന് പറയുന്നത് എന്താ, ആ സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ്സ് ആണെന്ന് മനസ്സിലാക്കുക. r എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ റേഡിയസ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ആ സെന്റർ നമ്മൾ ഒറിജിനിലാണെങ്കിൽ, ആ സെന്റർ ഒറിജിനിലാണെങ്കിൽ ആ ഒരു ഒറിജിൻ പോയിന്റിലാണെങ്കിൽ x² + y² = r² എന്നായിരിക്കും ആ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ വരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോളിഡ്സ് എന്നുള്ള ചാപ്റ്റർ നോക്കുമ്പോൾ സ്ക്വയർ പിരമിഡ് ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്നത്. അതിന്റെ ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ പിരമിഡിൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് കാണുന്നുണ്ട്. ഫസ്റ്റ് ഈ ഉള്ളിലുള്ള ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആണ് L² + a/2 whole square + h². ഈ ടൈപ്പുള്ള ട്രയാങ്കിൾ വരികയാണെങ്കിൽ ഇതിൽ L എന്ന് പറയുമ്പോൾ സ്ലാൻഡ് ഹൈറ്റ് ആണ്, h എന്ന് പറയുമ്പോൾ ആ ഒരു സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് ആണ് വരിക. അതേപോലെ a എന്ന് പറയുമ്പോൾ ഈ ഒരു ബേസിന്റെ സൈഡാണ്, ഒരു ബേസ് എഡ്ജ് ആണ്, ആ ഒരു ബേസ് എഡ്ജ് ആണ് a എന്ന് പറയുന്നത്. സോ അഗെയിൻ ഇങ്ങനെയാണ് ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, പുറത്തൂടെയുള്ള ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ e² എന്ന് പറഞ്ഞാൽ ലാറ്ററൽ എഡ്ജ് ആണ്, ഈ ലാറ്ററൽ എഡ്ജ് ആണ് e എന്ന് പറയുന്നത്. e² = a/2² + L² എന്ന് വരും. a/2 എന്ന് പറഞ്ഞാൽ ഹാഫ് ദ ബേസ് എഡ്ജിന്റെ സ്ക്വയർ പ്ലസ് സ്ലാൻഡ് ഹൈറ്റിന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ആ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ എന്താണ് സ്ക്വയർ പിരമിഡിന്റെ കേസിൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2al ആണ്, ബേസ് ഏരിയ എന്ന് പറയുന്നത് a² ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും, a² + 2al എന്ന് വരും. വോളിയത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ 1/3 × ബേസ് ഏരിയ × ഹൈറ്റ് ആണ് വോളിയം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 a² h എന്നായിരിക്കും വോളിയം വരിക. അടുത്ത നമ്മൾ കാണുന്ന ഒരു സോളിഡ് എന്ന് പറയുന്നത് കോണാണ്. കോണിന്റെ കേസിൽ നിങ്ങൾ നോക്കുക, കോൺ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു സെക്ടർ എടുക്കും, അല്ലെങ്കിൽ ഒരു വൃത്താംശം നമ്മൾ എടുത്തിട്ട് ആ സെക്ടറിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ കോണാക്കി മാറ്റുന്നതെന്ന് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. സോ അങ്ങനെ എടുക്കുന്ന കേസിൽ നിങ്ങൾ നോക്കുക, ഈ സെക്ടറിന്റെ റേഡിയസ് ആയിരിക്കും, അല്ലെങ്കിൽ വൃത്താംശത്തിന്റെ റേഡിയസ് ആയിരിക്കും ഇവിടെ എന്തായിട്ട് മാറുന്നത്, ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് മാറുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സ്ലാൻഡ് ഹൈറ്റ് എല്ലായിട്ട് മാറുന്നു. അതേപോലെ അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് r/L = x/360 എന്ന് പറയുന്നത്. ഇവിടെ r എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന കോണിന്റെ ബേസ് റേഡിയസ് ആണ് r എന്ന് പറയുന്നത്. L എന്ന് പറയുന്നത് ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു സെക്ടറിന്റെ റേഡിയസ് ആണെന്നും പറയാം. ഓക്കെ, അത് x/360 ഈക്വൽ ആവുമെന്ന് പറഞ്ഞാൽ x എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ ആണ് x ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ πr/L ആയിരിക്കും. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. ടോട്ടൽ സർഫസ് ഏരിയ രണ്ടും കൂടെ ആഡ് ചെയ്യുക, πr² + πr/L എന്ന് വരും. വോളിയം
1/3 πr²h ആണ് വോളിയം വരുന്നത്. അടുത്തൊരു സോളിഡ് സ്ഫിയർ ആണ് നമ്മൾ പഠിക്കുന്നത്. സ്ഫിയറും ഹെമിസ്ഫിയറും വരുന്നുണ്ട്. സ്ഫിയറിന്റെ കേസിൽ ടോട്ടൽ സർഫസ് ഏരിയ 4πr² ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. വോളിയം 4/3 πr³ ആണെന്ന് മനസ്സിലാക്കുക. ഹെമിസ്ഫിയർ ആണെങ്കിൽ എന്താണ് ആ ഒരു കേർവ്ഡ് സർഫസ് ഏരിയ, ഹെമിസ്ഫിയറിന് കേർവ്ഡ് സർഫസ് ഏരിയ ഉണ്ടാവും, അതേപോലെ ഇവിടെ ഉള്ളിൽ ഒരു ഏരിയയും കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കേർവ്ഡ് സർഫസ് ഏരിയ 2πr² ആയിരിക്കും, ഉള്ളിലുള്ള ഏരിയ πr² ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ 3πr² ആയിട്ട് മാറുമെന്ന് മനസ്സിലാക്കുക. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. വോളിയം എന്തായിരിക്കും? ഈ ഒരു വോളിയത്തിന്റെ നേരെ പകുതി 2/3 πr³ ആയിരിക്കും ഇതിന്റെ വോളിയം എന്ന് മനസ്സിലാക്കുക. സോ ഇപ്പോൾ കുറേ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് ഇക്വേഷൻസും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയുക. ഇക്വേഷൻസ് പഠിച്ചാൽ മാത്രം പോരാ, ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കണം, പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പം നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോവുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. സീ യു അഗെയിൻ, ഓൾ ദ ബെസ്റ്റ്.